നമുക്കിന്നപ്പം വേഗം റെഡി ആയിട്ടൊരു സ്ഥലം വരെ പോയിട്ട് വരാം. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി നമ്മൾ ഇറങ്ങി. സന്ധ്യ ആയതേ ഉള്ളായിരുന്നു, പക്ഷെ നല്ല ഇരുട്ടുണ്ടായിരുന്നു. ഇപ്പം സാധാരണ ഇത്തിരി നേരത്തെ ഇരുട്ടുന്നത്. ഇന്ന് നമ്മൾ പോകുന്നത് വെല്ലിച്ചൻ്റെ വല്യമ്മയുടെ വീട്ടിലോട്ടാ. ഇത് കാശിക്കുട്ടൻ. കാശിക്കുട്ടൻ്റെ ബർത്ത്ഡേ ഇന്ന്. ഇതെൻ്റെ ചേച്ചിയാ, ചേച്ചിയുടെ കുഞ്ഞാ അത്. ഇതെൻ്റെ വല്യമ്മ. അമ്മ അപ്പുറത്തിരുന്ന് കമന്റ് അടിക്കുവാണേ. ഇത് വെല്ലിച്ചൻ. എൻ്റെ വീഡിയോയിൽ എൻ്റെ സൗണ്ട് അല്ലെന്നാട്ടോ കാശി പറയുന്നത്. എന്തായാലും അക്സെപ്റ്റഡ്. അങ്ങനെ അവിടെ നിന്ന് ഇത്തിരി മുല്ലപ്പൂവും കിട്ടി. കാര്യപരിപാടികളിലോട്ടൊക്കെ കടന്നു. കാശിക്കുട്ടൻ 2 കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് കാശിയുടെ മാമൻ്റെ ഗിഫ്റ്റാണ്, ഒന്ന് കാശിയുടെ പപ്പയുടെ അമ്മയുടെ. അങ്ങനെയെല്ലാം സെറ്റാക്കിയൊക്കെ വെച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ച് റെഡിയാക്കി. കാശി ലുക്കായിട്ട് നിൽപ്പുണ്ട്. ഡെക്കറേഷൻ എല്ലാം കാശിയുടെ പപ്പയും അമ്മയാണേ. അങ്ങനെ ആദ്യത്തെ കേക്ക് കട്ട് ചെയ്തു. അങ്ങനെ കാശിക്കുട്ടൻ ഇന്ന് 5 വയസ്സായി. ഈ നീട്ടുന്നത് കാശിയുടെ മാമനാണ്. ചേട്ടൻ നാട്ടിലില്ല, ഖത്തറില്ല. അല്ലെങ്കിലും പിള്ളേർക്ക് മാമന്മാരെ മതി. ഇത് കാശിയുടെ അപ്പൂപ്പനാണ്. ഇത് എൻ്റെ അച്ഛൻ. ഇത് കാശിയുടെ പപ്പ. അങ്ങനെ സെക്കൻഡ് കേക്കും കട്ട് ചെയ്തു. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാശിക്ക് ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു. ഇതും കാശിയുടെ മാമൻ്റെ ഗിഫ്റ്റാണ്. പുള്ളിക്കാരൻ ശരിക്കും ഇത് കണ്ട് സർപ്രൈസായി. ആ സൈക്കിൾ താത്തി വെക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പുള്ളിക്കാരന് നല്ല സന്തോഷമായിട്ടോ. ചവിട്ടുന്നൊക്കെ ഉണ്ട്, പക്ഷെ വളയ്ക്കാനൊരു ഹെൽപ്പ് വേണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഒരു കുഞ്ഞ് ഗിഫ്റ്റും കൊടുത്ത് ഇത്തിരി കേക്കും കഴിച്ച് ഇനി ഫുഡ് കഴിക്കാം. ഈ ചിക്കൻ ബിരിയാണി കാശിയുടെ പപ്പ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലായിരുന്നു. അത്ര സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പായസം ചേച്ചിയുടെ സ്പെഷ്യലായിരുന്നേ. അങ്ങനെ ഞങ്ങൾ വട്ടം കൂടിയൊക്കെ ഇരുന്ന് ബിരിയാണിയും വിളമ്പി കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഓരോ കഥയൊക്കെ പറഞ്ഞാൽ ബിരിയാണിയുടെ ടേസ്റ്റും കൊണ്ടാണോ എന്നറിയത്തില്ല, വേഗം ഞങ്ങളെല്ലാം കഴിച്ചങ്ങ് തീർന്നു. ബിരിയാണി കഴിഞ്ഞ് ഒരു ഗ്ലാസ് പായസവും കൂടി കുടിച്ച് ഫുഡ് അവസാനിപ്പിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഗുഡ് നൈറ്റ്.